കോടമഞ്ഞ്, തേയിലത്തോട്ടം, ചാറ്റൽ മഴ. ഈ മഴക്കാലത്ത് മലക്കപ്പാറ, വാൽപ്പാറ മേഖലയിലെത്തിയാൽ സഞ്ചാരികൾക്ക് ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല. അത്രത്തോളം മനോഹരമാണ് ഇവിടം. ഇവിടെ ഈ മഴക്കാലം ആസ്വദിക്കാൻ എത്തുന്നവർ ഒരുപാടാണ്. മലക്കപ്പാറയിലെ തേയിലത്തോട്ടങ്ങൾക്ക് മീതെ മൂടൽമഞ്ഞ് പരക്കുന്ന കാലമാണിത്. കേരളത്തിൽ മഴ കനത്തതോടെ തമിഴ്നാട് അതിർത്തിയിലുള്ള ഈ മലയോര ഗ്രാമത്തിന് സൗന്ദര്യം കൂടി. അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലും കടന്ന് വനത്തിലൂടെ 2 മണിക്കൂർ യാത്ര. ആ യാത്ര ചെന്നെത്തുന്നത് അതിമനോഹരമായ ഒരിടത്ത്. കേരളത്തിൽ കാലവർഷം എത്തിക്കഴിഞ്ഞാൽ മലക്കപ്പാറ, വാൽപ്പാറ ഭാഗങ്ങളൊക്കെ കാണാൻ അതിമനോഹരമാണ്. കോടമഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന മലക്കപ്പാറയിലെ തേയിലത്തോട്ടങ്ങളും വാൽപ്പാറയിലെ ഡാമും എല്ലാം തന്നെ ആസ്വദിക്കാനായി നിരവധി ആളുകൾ ഓരോ ദിവസവും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മലക്കപ്പാറയിലെ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരില്ല. തൃശ്ശൂർ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പാലക്കാട് ഭാഗത്തു നിന്നുമൊക്കെ ഉള്ളവർക്ക് മൂന്നാറിലേക്ക് പോകുന്നതിനേക്കാൾ എളുപ്പം ഇങ്ങോട്ടേക്ക് എത്തി മഞ്ഞൊക്കെ ആസ്വദിച്ച് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നോർമൽ ഒരു കണ്ടീഷനിൽ വരുന്നതിനെക്കാട്ടും ഈ ഒരു മഴയുള്ള ടൈമിൽ വരുന്നത് തന്നെയാണ് എയിം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിലുള്ള ഒരു ലുക്കും ഫീലൊന്നും ബാക്കിയുള്ള ടൈമിൽ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ടൈമിൽ കൂടുതൽ ആൾക്കാർ വരുന്നത്. കോടയിലൊക്കെ അടിപൊളി ഫോട്ടോസ് കിട്ടി, വീഡിയോസ് കിട്ടി. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. മൂന്നാർക്ക് മുമ്പ് പോയതാണ്. അപ്പോൾ ഒരു ചേഞ്ചിന് ഇങ്ങോട്ട് വന്നതാണ്. കാസർഗോഡ് നിന്ന് അതുവഴി ഇങ്ങോട്ട് വരാമല്ലോ, അങ്ങനെ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ അതിരപ്പള്ളിക്കൊന്ന് പോകണം. മലക്കപ്പാറ ഗ്രാമം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കടന്നാൽ നേരത്തെ കണ്ട കാഴ്ചയുടെ തുടർച്ച തന്നെയാണ്. വാൽപ്പാറയിൽ അപ്പർ ഷോളയാർ ഡാമും അതിനോട് ചേർന്നുള്ള മലനിരകളും മഞ്ഞിൽ പുതച്ചു നിൽക്കുകയാണ്. നട്ടുച്ച സമയത്ത് പോലും ഉള്ള ക്ലൈമറ്റാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല കോടമഞ്ഞും അതിനോടൊപ്പം തന്നെ വെയിലെന്ന് പറയുന്നത് അപൂർവമാണ്. ഇവിടെ ചെറിയ ചാറ്റൽ മഴ എല്ലാ സമയത്തും ഉണ്ടാകും. അതാണ് ഈ മേഖലയിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ എത്തുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥയും ഇത് തന്നെയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളും ഈ മൺസൂൺ കാലത്ത് ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നു. മനസ്സിന് ഒരു அமைதியா இருக்குன்னு വെച്ചുക്കോங்களேன். அதுக்காக தான் வந்திருக்கோம். இங்கே ஒரு ப்ளசன்ட் ஒரு எக்ஸ்பீரியன்ஸாக இருக்கும். நல்லா ஒரு இதுவாக இருக்கும்னு வச்சுக்கோங்களேன். மனதுக்கு அமைதியாக இருக்கும். அதுக்காக ஒரு வருஷத்துக்கு ஒரு இங்கே வந்துடும் கண்டிப்பாக. മുൻ വർഷത്തേക്കാൾ ഈ മേഖലയിൽ മഴ അധികമായതിനാൽ അപ്പർ ഷോളയാർ ഡാമിലെ ജലനിരപ്പ് കൂടുതലാണ്. ஜூலையில் தான் நமக்கு வந்து மான்சூன் ஸ்டார்ட் ஆகுது அதிகமாக. இந்த டைம் வந்து நமக்கு முன்னாடியே ஸ்டார்ட் ஆகிடுச்சு. அதாவது மே எண்டிங்லேயே ஸ்டார்ட் ஆகிடுச்சு. ஜூன் ஜூலையில் வந்து ஃபுல்லாகவே, அதாவது ஜூலை ஆல்மோஸ்ட் ஜூலையில் வந்து ஓவர்ஃப்ளோ ஆகிடும். தண்ணி ஓப்பன் பண்ணிடும் ஷட்டர். കോടമഞ്ഞും തേയിലത്തോട്ടവും ആസ്വദിക്കാൻ മൂന്നാറിലേക്ക് പോകാൻ കഴിയാത്തവർക്ക് അതിന് സമാനമായ ഇവിടുത്തെ കാലാവസ്ഥ ഏറെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ് മലക്കപ്പാറയിലേക്ക്. സുജീവ് പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. ലിഷോയ് ചേർന്ന് തത്സമയം. ലിഷോയ്, ഗുഡ് മോർണിംഗ്. വായനാ വാരത്തിൽ പങ്കുവയ്ക്കാൻ പറ്റിയ കാര്യമാണിതെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചാൽ നല്ലൊരു യാത്ര നല്ലൊരു പുസ്തകം വായിക്കുന്നത് പോലെ തന്നെയാണ് എന്നതുകൊണ്ട് അങ്ങനെ പുസ്തകം വായിച്ച് നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു ഉന്മേഷവും അറിവും അനുഭവവും ഈ യാത്രയിലൂടെയും എല്ലാ മനുഷ്യർക്കും കിട്ടുന്നു എന്നതിൽ സന്തോഷമുണ്ട് ലിഷോയ്. തീർച്ചയായും എപ്പോഴും മനസ്സിന് ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം മറികടക്കാനായി ഈ നമുക്കെല്ലാവർക്കും ഉള്ളൊരു മരുന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും യാത്രകൾ. അങ്ങനെയുള്ള ഒരു ഇടം തന്നെയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അവിടേക്കുള്ള യാത്രയ്ക്ക് ഈ തൃശ്ശൂർ ഭാഗത്ത് നിന്നാണ് പോകുന്നതെങ്കിൽ വനത്തിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ആ ചെന്ന് കയറുന്ന ഒരു ഇടം മുതൽ തന്നെ ആ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭൂരിഭാഗം ആളുകൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് തൃശ്ശൂർ, പാലക്കാട് അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നും തൊട്ടടുത്ത മലപ്പുറത്തു നിന്നുമൊക്കെ മൂന്നാറിലേക്കൊക്കെ എത്തണമെങ്കിൽ 5, 6, 7 മണിക്കൂറുകളൊക്കെ തന്നെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു സമയത്താണ് നമുക്ക് അങ്ങനെ ഒരു ക്ലൈമറ്റ് ഇവിടെ ലഭിക്കണമെങ്കിൽ വെറും 2.5-3 മണിക്കൂർ കൊണ്ട് അവിടേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതുമാത്രമല്ല, മൂന്നാറിലേതുപോലെ അത്രയധികം കെട്ടിടങ്ങളോ നിർമ്മിതികളോ ഒന്നും തന്നെ ഇവിടെയില്ല. പൂർണ്ണമായും ഒരു പ്രകൃതിയോട് ചേർന്ന്
പെട്ടെന്നുള്ള നിർമ്മിതികളാണ് ഭൂരിഭാഗം അവിടെയുള്ളത്. അതിന് അത്രത്തോളം അനുമതി മാത്രമേ അവിടെ നൽകുന്നുള്ളൂ എന്നുള്ളതാണ് അവിടെ അങ്ങനെ തന്നെ നിലനിൽക്കാനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പല സമയത്തും ഇവിടെ പോയി കഴിഞ്ഞാൽ പല രീതിയാണ്, അതായത് പല കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ചില സമയത്ത്, അതായത് ഈ മഴയില്ലാത്ത സമയത്ത് പോയാൽ ഒരു ഭംഗി, മഴക്കാലത്ത് പോയി കഴിഞ്ഞാൽ മറ്റൊരു ഭംഗി, അങ്ങനെ എല്ലാ കാലത്തും ഓരോ സമയത്ത് പോകുമ്പോഴും പല കാഴ്ചകളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് സഞ്ചാരികൾ ഇവിടേക്ക് ഏറ്റവും കാഴ്ചയുടെ എല്ലാ അധികം ആവേശവും ലിഷോയുടെ വാക്കുകളിലുമുണ്ട്. അത് കണ്ടപ്പോൾ കിട്ടിയ സന്തോഷം, മനസ്സങ്ങനെ പുത്തനായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സന്തോഷമുണ്ട്. ലിഷോയ്ക്ക് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഈ യാത്ര പോകുന്നവർക്കും ഒക്കെ എല്ലാവർക്കും യാത്രകൾ പോകാൻ കഴിയട്ടെ.